ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാമിന് വേണ്ടി നിങ്ങൾ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കൃത്യമായി പഠിക്കണം കേട്ടോ. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. 2 പോസ്റ്റിലേക്ക് വേണ്ടി ഒരൊറ്റ എക്സാം ആണ് അല്ലെ. രണ്ട് കാറ്റഗറി നമ്പറിലായിട്ടാണ് ഈ ഒരു എക്സാം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ഒരേ ഒരു എക്സാം എഴുതിയാൽ മതി അല്ലെ. പലരും ഓർക്കുന്നത് ഡിഗ്രി ലെവലാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ 2 എക്സാം എഴുതണം. വേണ്ട, ഒരൊറ്റ എക്സാം മാത്രം എഴുതിയാൽ മതി. പക്ഷെ എന്ത് ചെയ്യണം? കൃത്യമായി പഠിക്കണം. നമ്മൾക്ക് മുന്നിലുള്ള 10 മൊഡ്യൂളുകളും കൃത്യമായി പഠിക്കുകയും മാക്സിമം MCQs വർക്കൗട്ട് ചെയ്ത ആ ഏരിയകൾ നിങ്ങൾക്ക് തറവായി നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തുകയും ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്, നമുക്കറിയാം നമ്മൾ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഏരിയകൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ബേസിക് ആയിട്ടുള്ള ലെവൽ തൊട്ട് പഠിച്ചു പോകണം. നിങ്ങളിപ്പം സിലബസ് നോക്കുമ്പോഴത്തേക്ക് സിലബസിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷനും അല്ല അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്ത ആരാണെന്നോ അങ്ങനെയൊക്കെ ഒരു 1-2 കാര്യങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യും? അടുത്തൊരു ടോപ്പിലേക്ക് പോകും. അങ്ങനെ പോകരുത്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. എവിടെ നിന്ന് പഠിക്കാനായിട്ട് പറ്റും? +1 ടെക്സ്റ്റ് എടുക്കുക. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് +1 ആ ഒരു ടൈം ഉണ്ടല്ലോ, നിങ്ങൾ +1 കൊമേഴ്സ് പഠിക്കുന്ന ടൈമിലോ, അതിനകത്ത് വരുന്ന എല്ലാം ഏതിനകത്ത് വരുന്നതാണ്? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആകും? നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും? നമ്മളുടെ എല്ലാ അസറ്റ് എന്തൊക്കെയാണ്, ലൈബിലിറ്റി എന്തൊക്കെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അക്കൗണ്ടുകൾ, റിയൽ, പേഴ്സണൽ, നോമിനൽ, അങ്ങനെയുള്ള അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിൽ തന്നെ ട്രയൽ ബാലൻസിനകത്ത് വരുമ്പം എറേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിക്കണം, അല്ലെ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എത്തത്തുള്ളൂ. അപ്പം നമ്മളെ CCA സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? A to Z കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബേസിക് ലെവൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അല്ലെ ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും അതിന്റെ ബേസ് നമ്മൾ എടുക്കണം. ഏറ്റവും ബേസ് തൊട്ട് ഏറ്റവും ഡെപ്ത് വരെ. ഇപ്പൊ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ മാർഷലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും to Z കാര്യങ്ങൾ. ബാലൻസ് ഷീറ്റിന്റെ അകത്ത് തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റുകളൊക്കെ വരുന്നുണ്ട്. ഏതിനെ? നമ്മുടെ അമാൽഗമേഷൻ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം കംപ്ലീറ്റ് ആയിട്ട്. അതായത് തുടക്കം തൊട്ട് എന്താണ് അസറ്റ്, ലൈബിലിറ്റീസ്, അങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഇതിനു മുമ്പ് നടന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് എക്സാം എഴുതിയ ആളുകൾക്കറിയാം, വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്ന്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ നിന്ന്, അക്കൗണ്ടിങ് കൺവെൻഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പക്ഷെ ആ ക്വസ്റ്റ്യൻ ഒക്കെ ഒരു ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു. അത് മനസ്സിലാക്കി പഠിച്ച ആളുകൾക്ക് എന്താണ്? ഒരു 70-75 മാർക്കിന് മുകളിലേക്ക് സുഖമായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ മിനിമം ഒരു 70 മാർക്ക് ലക്ഷ്യം വെച്ച്, മിനിമം 70 മാർക്ക് ലക്ഷ്യം വെച്ച് വേണം പഠിക്കാനായിട്ട്. കൃത്യമായി പഠിക്കുക. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന കുറച്ചധികം MCQs ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക് ലെവലിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന രീതിയിലുള്ള MCQs. അപ്പൊ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാകും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Identify the correct classification of the accounting type of account type of outstanding rent in the ട്രഡീഷണൽ അക്കൗണ്ടിങ് പ്രകാരം ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ട് ടൈപ്പിലാണ് വരുന്നത്? ഏത് അക്കൗണ്ട് ടൈപ്പിലാണ് വരുന്നത്? നോമിനൽ അക്കൗണ്ടിലാണോ, അതോ റിയൽ അക്കൗണ്ടിലാണോ, അതോ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ടിലാണോ, അതോ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിലാണോ? മക്കളെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് റെന്റ് എന്നാണെങ്കിൽ നമുക്ക് എടുത്തു പറയായിരുന്നു ഇന്ന അക്കൗണ്ടിലാണ് എന്ന്. പക്ഷെ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ അക്കൗണ്ടിനകത്തെ പേഴ്സണൽ അക്കൗണ്ടിനെ തന്നെ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഇങ്ങനെ 3 എന്തിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? പേഴ്സണൽ അക്കൗണ്ടിനെ ക്ലാസിഫൈ ചെയ്തത്. അതിൽ തന്നെ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിലാണ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓർത്തു വെക്കുക, ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് represent an amount payable to a person and stands in place of the
ഓഫ് ദാറ്റ് പേഴ്സൺ. ഹെൻസ് ഇറ്റ് ഈസ് എ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചാണ് അത് ഏതിനകത്താ വരുന്നത്? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഞാൻ പറഞ്ഞു ഇപ്പൊ റെന്റ് പെയ്ഡ് എന്നൊക്കെ ആയിരുന്നെങ്കിൽ അത് ഏതിനകത്ത് വന്നേനെ? നോമിനൽ അക്കൗണ്ടിനകത്ത് വന്നേനെ. അതായത് ഇൻകത്തിനെയും എക്സ്പെൻസിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതിലാണ് വരുന്നത്? നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത്. റിയൽ അക്കൗണ്ട്സ് ആർ എന്നാണ് അസറ്റ്സ് റിലേറ്റഡ് അല്ലെ? അസറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, റിയൽ അക്കൗണ്ടിൽ വരുന്നത്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്സ് ആർ ഇൻഡിവിജ്വൽ. അതായത് ഇപ്പം ആനന്ദു അക്കൗണ്ട്, അഖിൽ അക്കൗണ്ട്, അങ്ങനെ നാച്ചുറൽ പേഴ്സൺസിന്റെ അക്കൗണ്ട് ആണ് ഏതിൽ വരുന്നത്? നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്സിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which of the following best describe the role of accounting standards board in India? Role of accounting standard board of India ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. which of the following best describe, ഏതാണ് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ ഇന്ത്യ? ഓക്കെ, ഇറ്റ് എൻഫോഴ്സ് ദ പെനാൽറ്റീസ് ഓൺ ദി കമ്പനീസ് നോട്ട് കംപ്ലൈൻ വിത്ത് GAAP ആണോ? അല്ല. It developed and recommendation of accounting standards to NACS and MCA. ശരിയാ അല്ലേ? NACS MCA കൂടി അല്ലേ നമ്മളുടെ എന്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിനെ എന്ത് ചെയ്തേക്കുന്നത്? റെക്കമെൻഡേറ്റ് ചെയ്തത്. സോ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൃത്യമായി പഠിക്കണം കേട്ടോ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൃത്യമായി പഠിക്കണം. ബി ഇസ് ദ കറക്റ്റ് ആൻസർ. The accounting standard board was set up by ICAI in 1977. 1977 ICAI ആണ് എന്ത് സെറ്റപ്പ് ചെയ്തേക്കുന്നത്? ASB സെറ്റപ്പ് ചെയ്തത് ഡെവലപ്ഡ് ആൻഡ് റെക്കമെൻഡിങ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യാനും റെക്കമെൻഡ് ചെയ്യാനുമായിട്ട് ICAI ആണ് എന്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് 1977 എന്ത് ചെയ്തത്? സെറ്റപ്പ് ചെയ്തത്. വിത്ത് ആർ ലേറ്റർ നോട്ടിഫൈഡ് ബൈ ലേറ്റർ അത് നോട്ടിഫൈ ചെയ്തേക്കുന്ന ആരൊക്കെയാണ്? MCA ആൻഡ് NACA റെക്കമെൻഡേഷൻസ്. MCAയുടെയും NACSന്റെയും റെക്കമെൻഡേഷൻസ് പ്രകാരമാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ആൻഡ് ASB does not have enforcement power. ASBക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യില്ല, ഒരു പവർ ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഇല്ല. അത് എന്ത് ചെയ്യും? ASB അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെ. അതിനെ എന്താണ് മാൻഡേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെ മാൻഡേറ്റ് ചെയ്യുന്ന ആരാണ്? ICAI ആണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് ASB ആണ് എങ്കിലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെ മാൻഡേറ്റ് ചെയ്യുന്ന എന്താണ്? ICAI ആണ്. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി അടുത്താണ് IFRS ആർ ഇഷ്യൂഡ് ബൈ. IFRS ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. IFRS ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? IFRS ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? IASB ആണ്. നോട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ല. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ല. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഏതാണ്? IASB ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. ആൻഡ് ഷെയർ മാർക്കറ്റ് റെഗുലേഷൻസ് ആർ ദ ഡൊമൈൻ ഓഫ്. ഷെയർ മാർക്കറ്റിന്റെ കാര്യമൊന്നും ഈ എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ടൊന്നും ബന്ധമില്ല. അതാരാണ്? സെബി ആണ് അതിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് IFRS? ഓർത്ത് വെച്ച ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും IFRSും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ദ ഇന്റർനാഷണൽ ഇൻ നേച്ചർ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ നേച്ചറിലും IFRS ഇന്ത്യൻ ആണോ? അല്ല, തെറ്റാണ്. തിരിച്ചാണ്. IFRS ആണ് ഇന്റർനാഷണൽ വരുന്നത്. IFRS ആർ ദ ഇൻഡസ്ട്രി സ്പെസിഫിക് റൂള്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ എന്താണ് ജനറിക് ആൻഡ് നോൺ ബൈൻഡിങ് ആണോ? IFRS ഈസ് ഇഷ്യൂഡ് ബൈ. IFRS ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ്. അത് ശരിയാണ്. അടുത്ത നോക്കിയേ, വൈൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് INDAS ആർ ഇഷ്യൂഡ് ബൈ ICAI അണ്ടർ MCA ഓവർസൈറ്റ്സ്. അതെ ശരിയല്ലേ? അതായത് എന്താണ് നമ്മുടെ MCAയുടെ നിർദ്ദേശപ്രകാരം ICAI ഇന്ത്യൻ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കൗണ്ട്സ് ആണ് ഏത് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മുടെ INDAS ഇഷ്യൂ ചെയ്യുന്നത്. സോ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കിയേ, IFRS എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? IASB ആണ്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ്.
ആൻഡ് അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് INDAS എന്ന് പറയുന്നത് ഇന്ത്യ ഒരു എന്താണ് കൺവേർജ് ചെയ്തെടുത്താണ്. ഏതിൽ നിന്ന് കൺവേർജ് ചെയ്താണ്? നമ്മുടെ IFRS-ൽ നിന്ന് ഇന്ത്യ കൺവേർജ് ചെയ്താണ്. അതായത് ഫുൾ ആയിട്ട് 100% IFRS ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യല്ല. നമ്മളുടെ എൻവയോൺമെന്റും നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷനും നമ്മളുടെ എക്കണോമിക് കണ്ടീഷനും ഒക്കെ മനസ്സിലാക്കി IFRS-ൽ നിന്ന് കൺവേർജ് ചെയ്തെടുത്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയുന്നത് INDAS എന്ന് പറയുന്നത് ഡെവലപ്ഡ് ബൈ ASB. ASB എന്ന് പറയുന്ന ആരാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ്. അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആരുടെ സൂപ്പർവിഷനിലാണ്? ICAI-യുടെ അല്ലെ, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. നോട്ടിഫൈഡ് ബൈ ആരാണ് നോട്ടിഫൈ ചെയ്യുന്നത്? MCA ആണ്. സോ ശരിയാണ് അല്ലെ, മിനിസ്ട്രി ഓഫ് അഫേഴ്സ് ആണ് അല്ലെ. അടുത്തത് നോക്കിയേ, ദിസ് റിവേഴ്സ് ഓഫ് എ ജുഡീഷ്യൽ IFRS ഇന്റർനാഷണൽ. ഇത് നമ്മൾ ആ പറഞ്ഞതിനകത്ത് തെറ്റാണ്. IFRS ആണ് ഇന്റർനാഷണൽ, INDAS എന്ന് പറയുന്നത് ഇന്ത്യ ആണ്. അപ്പൊ അത് തെറ്റായിട്ടുള്ള റിവേഴ്സ് ആയിരുന്നു, കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് വരുമ്പോൾ IFRS-ഉം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ആർ ബോത്ത് എന്താണ് ബൈൻഡിങ് ആയിട്ടുള്ളതാണ്, ആപ്ലിക്കബിൾ നോട്ട് ഓപ്ഷണൽ. ഓപ്ഷണൽ ആയിട്ടുള്ളതല്ല, രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതും തെറ്റായി പോയത്. അതിന് അടുത്തത് എന്താണ് പറഞ്ഞത്? IFRS ഈസ് നോട്ട് ഇന്ത്യ സ്പെസിഫിക്. IFRS എന്ന് പറയുന്നത് ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ളത് അല്ല ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓർത്ത് വെച്ചേ, റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമുക്കറിയാം. നമ്മൾ ഈ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഒക്കെ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഡെബിറ്റ് വാട്ട്സ് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം റിയൽ അക്കൗണ്ടിന്റെയും നോമിനൽ അക്കൗണ്ടിന്റെയും പേഴ്സണൽ അക്കൗണ്ടിന്റെയും ഒക്കെ എന്ത് ചെയ്യണം? റൂൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഡെബിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, എല്ലാ ഇൻകംസും ഗെയിനുകളും ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് എന്നുള്ളതാണ് റിയൽ അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ അക്കൗണ്ടിൽ എക്സ്പെൻസുകളും ലോസുകളും ആണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട്സ് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് ആണോ? അതാണോ നോമിനൽ അക്കൗണ്ടിന്റെ റൂള്? പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അടുത്ത വീണ്ടും തന്നേക്കാണ് നോമിനൽ അക്കൗണ്ട് എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. മക്കളെ ഇത് കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് ചിലപ്പോൾ എന്തായിട്ട് ചോദിക്കും? മാച്ച് ദ ഫോളോവിങ് ആയിട്ടും ചോദിക്കും. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഇത് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്? ഒരു +1 ക്ലാസ്സിലെ സ്റ്റുഡന്റിനോട് ചോദിച്ചാൽ അവൻ ഈസി ആയിട്ട് ഇതിന് ആൻസർ പറയും അല്ലേ. ഡെബിറ്റും ക്രെഡിറ്റും റൂള് നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പൊ ഇത് ഇപ്പൊ PSC എന്ത് ചെയ്യുന്നുണ്ട്? കയറി ചോദിക്കുന്നുണ്ട്. ഏതാ ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള റൂള് പേഴ്സണൽ അക്കൗണ്ടിന്റെ ആയിരുന്നു തന്നിരുന്നത്. എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ അല്ലെ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇനി ആദ്യത്തെ നോക്കിയേ, ദിസ് റൂൾ ഈസ് നോമിനൽ അക്കൗണ്ടിന്റെ ആണ്, നോട്ട് റിയൽ അക്കൗണ്ടിന്റെ അല്ല ആദ്യത്തെ തന്നേക്കുന്നത്. നോമിനൽ അക്കൗണ്ട് അല്ലേ. നോമിനൽ അക്കൗണ്ടിലല്ല എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ക്രെഡിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ദിസ് ഈസ് മിക്സഡ് അപ്പ്, അതായത് റൂൾ ഈസ് റിലേറ്റഡ് ടു റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ ആ റൂൾസ് എല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഒന്ന് പഠിക്കണം കേട്ടോ. അടുത്തത് നോക്കിയേ, ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രയൽ ബാലൻസ് മേ എഗ്രി ഈവൻ ഇഫ് ദ കോമ്പൻസേറ്റിംഗ് എറർ എക്സിസ്റ്റ്. അതായത് ഒരു കോമ്പൻസേറ്റിംഗ് എറർ ഉണ്ടായേക്കാണ്. അതായത് ഒരു എറർ കൊണ്ട് മറ്റൊരു എററിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തെറ്റുണ്ടായിരുന്നു. ഇപ്പൊ 60 എഴുതേണ്ടടുത്ത് ഒരിടത്ത് എന്ത് ചെയ്തു? ഒരാള് 600 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. 600 എഴുതേണ്ടടുത്ത് അയാൾ എന്ത് ചെയ്തു? 60 എന്ന് എഴുതി. സോ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു എററിനെ മറ്റൊരു എറർ കൊണ്ട് അയാൾ എന്ത് ചെയ്തു? കോമ്പൻസേറ്റ് ചെയ്തു. ശരിക്കും ആക്ച്വലി അവിടെ എന്തെങ്കിലും ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ എന്ത് ചെയ്യാം? തെറ്റ് വല്ലതും വന്നിട്ടുണ്ടോ? ശരിക്കും അയാൾ പോസ്റ്റ് ചെയ്തേക്കുന്ന റോങ് ആയിട്ടാണെങ്കിലും അവിടെ എന്താണ്? ആ ട്രയൽ ബാലൻസിനെ അത് കറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ട്രയൽ ബാലൻസ് മേ എഗ്രി, ട്രയൽ ബാലൻസ് ചിലപ്പോൾ എഗ്രി ചെയ്യാറുണ്ട്. ഈവൻ ഇഫ് ദ കോമ്പൻസേറ്റിംഗ് എറർ എക്സിസ്റ്റ്, കോമ്പൻസേറ്റിംഗ് എറർ ഉള്ളപ്പോഴും എന്താണ് ട്രയൽ ബാലൻസ് ചിലപ്പോൾ എഗ്രി ചെയ്യാറുണ്ട്. ശരിയാണ് അല്ലെ. റീസൺ നോക്കിയേ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആർ ദോസ് വിച്ച് നള്ളിഫൈ ഈച്ച് അതേഴ്സ് ഇമ്പാക്ട് ഓൺ ദി ട്രയൽ ബാലൻസ് അല്ലെ. നള്ളിഫൈ ചെയ്ത് കളയും അല്ലെ, ഒന്നിനെ കോമ്പൻസേറ്റ് ചെയ്ത് കളയും. അപ്പൊ റീസണും ശരിയാണ് അല്ലെ. അസേഷനും റീസണും ശരിയാണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേഷനെ സാധൂകരിക്കുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ ക്ലിയർ ആണല്ലോ? മനസ്സിലാക്കി പോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, റാം ആൻഡ് കമ്പനി പർച്ചേസ്ഡ് മെഷീനറി വർത്ത് റുപ്പീസ് എത്രയാണ്? 10 lakh. 10 lakhന്റെ എന്താണ് മെഷീനറി പർച്ചേസ് ചെയ്തു റാം ആൻഡ് കമ്പനി and recorded it as a repair in the expense account. എന്നിട്ട് ഇത് ഏത് അക്കൗണ്ടിലോട്ട് എഴുതി? എക്സ്പെൻസ് അക്കൗണ്ടിലോട്ട് എഴുതി. റിപ്പയർ ഇൻ ദി എക്സ്പെൻസ് അക്കൗണ്ട്. The accountant justify
it says it's for operational efficiency. Operational efficiency ആണെന്ന് അത് ജസ്റ്റിഫൈ ചെയ്തു. വാട്ട് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എറർ, ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് എറർ ആണ് ഇത്? എറർ ഓഫ് ഒമിഷൻ ആണോ, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, എറർ ഓഫ് കമ്മീഷൻ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ? കോമ്പൻസേറ്റിംഗ് അല്ല, ഒരു എറർ മറ്റൊരെറിനെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല. ബാക്കി ഇതിൽ ഏതിൽ വരും? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, എറർ ഓഫ് ഒമിഷൻ ആണോ, എറർ ഓഫ് കമ്മീഷൻ ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ഓപ്ഷൻ ബി ആണ്. എറർ ഹിയർ ദ പ്രിൻസിപ്പിൾ അല്ലെ, പ്രിൻസിപ്പിൾസിൽ ഉണ്ടായ എറർ ആണ്. അതായത് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, മെഷീനറി പർച്ചേസ് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് അദ്ദേഹം ട്രീറ്റ് ചെയ്തേക്കുന്നത് എന്തായിട്ടാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. സോ അതിനെ എന്തെന്നാണ് പറയുന്നത്? എന്ത് എറർ എന്നാണ് പറയുന്നത്? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും റവന്യൂ എക്സ്പെൻഡിച്ചറിനെയും കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് recurring in nature while revenue expenditure is non-recurring. Capital expenditure is എന്താണ്? Right of the year incurred and revenue expenditure is spread over the year. Revenue expenditure affects the income statement. Capital expenditure affects the balance sheet. Capital expenditure reduces the profit. Revenue expenditure increase the capital. ഏതാ മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കറിയാം റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വരുമ്പോഴാണ് അല്ലെ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ലോങ് ടൈമിലേക്ക് ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക, ഒരു ലോങ് ടൈം അസറ്റ് അക്വയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാ ആൻസർ വരുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറയത്തില്ലേ? ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അല്ലെ. മെഷീനറി വാങ്ങിച്ചു, അസറ്റ് എന്താണ്, ലാൻഡ് വാങ്ങിച്ചു, അങ്ങനെയൊക്കെ വരുന്നതാണ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വൈൽ ദ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് റെന്റ് കൊടുത്തു, സാലറി കൊടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡേ ടു ഡേ ആയിട്ട് വരുന്ന ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഷോൺ ഓൺ ദി ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻ ദ ലിക്വിഡിറ്റി അപ്രോച്ച് ടു മാർഷലിംഗ്, അതായത് നമുക്കറിയാം ബാലൻസ് ഷീറ്റിനകത്ത് എഴുതുന്ന രീതിയാണ് മാർഷലിംഗ്. അതിനകത്ത് ലിക്വിഡിറ്റി അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇൻ ലിക്വിഡിറ്റി അപ്രോച്ച് ഓഫ് മാർഷലിംഗ് ഫിക്സഡ് അസറ്റ്സ് ആർ ലിസ്റ്റഡ് ബിഫോർ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന് ബിഫോർ ആയിട്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് ആണോ? അല്ല, ആദ്യം കറണ്ട് അസറ്റ് എഴുതിയിട്ട് പിന്നെയാണ് ഏത് എഴുതുന്നത്? ഫിക്സഡ് അസറ്റ് എഴുതുന്നത്. ലിക്വിഡിറ്റി അല്ലേ, ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ ആദ്യം എഴുതി ദെൻ ഫിക്സഡ് ആയിട്ടുള്ള എഴുതും. സോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 2 വന്നേ പെർമനൻസ് അപ്രോച്ച് ആണെങ്കിൽ അസറ്റ്സ് ദാറ്റ് സ്റ്റേ ലോങ്ങർ ആയിട്ട് ഒരുപാട് കാലത്തേക്കുള്ള ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ്സ് ഇൻ ദി ബിസിനസ് ആർ അപ്പിയർ ഫസ്റ്റ്. ആദ്യം അത് എഴുതും, അതല്ലേ ശരിയായിട്ടുള്ളത്? പെർമനൻസിനെ ബേസ് ചെയ്താണെങ്കിൽ ആദ്യം ഫിക്സഡ് അസറ്റ് എഴുതും. സോ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? തെറ്റാണ് അല്ലെ. ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. മക്കളെ മനസ്സിലാവുന്നുണ്ടല്ലോ? മാർഷലിംഗ് ഒക്കെ പഠിച്ചോണം കേട്ടോ, ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 തന്നേക്കാണ്. ഫിക്ടീഷ്യസ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ല, അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം പഠിക്കണം. ഫിക്ടീഷ്യസ് അസറ്റ്സ് ആർ those assets which have no physical existence. Fictitious asset എന്തില്ല? No physical existence but possess on എന്താണ്? Monetary value. പക്ഷെ അതിന് എന്തുണ്ട്? Monetary value ഉണ്ട്. അടുത്ത പറഞ്ഞേക്കാണ് preliminary expenses and underwriting commission are the examples of fictitious asset. Fictitious assetന്റെ examples പഠിച്ചു വെച്ചോണം കേട്ടോ. Fictitious assetന്റെയും intangible assetന്റെയും vesting assetന്റെയും ഒക്കെ എന്താണ് examples പഠിച്ചു വെച്ചോണം. ഇവിടെ പറഞ്ഞേക്കാണ് preliminary expenses and underwriting commissions are the examples of fictitious asset. ആണോ? ഏതാ മക്കളെ വരുന്നത്? ഓപ്ഷൻ സി അല്ലെ. അതായത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഫിക്ടീഷ്യസ് അസറ്റ് ഡു നോട്ട് ഹാവ് റിയൽ വാല്യൂ ഓർ എക്സിസ്റ്റൻസ്. ഓർത്ത് വെച്ചോളുക, ഡു നോട്ട് റിയൽ വാല്യൂ ഓർ എക്സിസ്റ്റൻസ് ഓർ ഡു ദേ നെസസറിലി ഹാവ് എ മോണിറ്ററി വാല്യൂ. ഇവിടെ ഇവർ എന്താ പറഞ്ഞിരുന്നത് നോക്കിയേ? ഫിക്ടീഷ്യസ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും എന്താണ്? ഫിക്ടീഷ്യസ് അസറ്റ് ഡു നോട്ട് ഹാവ് എ റിയൽ വാല്യൂ ഓർ എക്സിസ്റ്റൻസ് ഓർ എന്താണ്? ഓർ ഡു നോട്ട് നെസസറിലി ഹാവ് എ മോണിറ്ററി വാല്യൂ. Do not they necessarily have a monetary value. They are not truly asset but it is shown on the assets for the convenience of accounting. അക്കൗണ്ടിങ്ങിന് കൺവീനിയൻസിന് വേണ്ടിയാണ് നമ്മൾ ഇത് അസറ്റ്സ് ആയിട്ട് എഴുതുന്നത്. അതായത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസും ഒക്കെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഫിക്ടീഷ്യസ് അസറ്റിന്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ വേസ്റ്റിംഗ് അസറ്റ് ഈസ് ട്രൂ അല്ലെ. മൈനർ ക്വറീസിലൊക്കെ വരുന്നതാണ് അല്ലെ. വേസ്റ്റിംഗ് അസറ്റ്സ് ആർ അപ്പിയർ ഓവർ ടൈം
ഡ്യൂ ടു സ്കേഴ്സിറ്റി ആൻഡ് എന്താണ് വേസ്റ്റിംഗ് അസറ്റ്സ് ഇൻക്ലൂഡ്സ് ഇൻ യൂട്ടിലിറ്റി ആണ് കേട്ടോ. As they are used, and wasting assets reduces in the value due to the depletion of the natural കണ്ടന്റ്. നാച്ചുറൽ ആയിട്ടുള്ള അല്ലെ, നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യും തോറും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന തീർന്നു പോകുന്ന അസറ്റുകളില്ലേ. ഇനി അടുത്ത എന്താണ് വേസ്റ്റിംഗ് അസറ്റ്സ് ആർ ദ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണോ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ അല്ല. ഇപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ്. വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈന്, കൊറീസ്, അതുപോലെ ഓയിൽ, നമ്മളെ പെട്രോൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ലൂസ് ദെയർ വാല്യൂസ് ആസ് ദെയർ ദ എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും കൂടുതൽ അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് നമ്മൾ അത് എടുക്കും തോറും അതിന്റെ എന്ത് വാല്യൂ കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അത് തീർന്നു പോകുന്ന അത്തരത്തിലുള്ള അസറ്റുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോണം. അടുത്ത നോക്കി കണ്ടിൻജന്റ് ലൈബിലിറ്റി. എന്താ കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ? കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നോട്ട് ആൻ ആക്ച്വൽ ലൈബിലിറ്റി, ആക്ച്വൽ ആയിട്ടുള്ള ലൈബിലിറ്റി അല്ല. ബിക്കം എ ലൈബിലിറ്റി ആഫ്റ്റർ ഹാപ്പനിങ് എ സർട്ടൻ ഇവന്റ്. ഒരു ഇവന്റ് ഒക്കെ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈബിലിറ്റി ആയിട്ട് മാറും. ഇപ്പം നിലവിൽ അതെന്തല്ല, ലൈബിലിറ്റി അല്ല. അത്തരത്തിലുള്ളതാണ് കണ്ടിൻജന്റ് ലൈബിലിറ്റി. നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞേക്കുന്നത്. അസേഷൻ പറഞ്ഞേക്കാണ് കണ്ടിൻജന്റ് ലൈബിലിറ്റീസ് ആർ നോട്ട് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് ആൻ ആക്ച്വൽ ലൈബിലിറ്റി. കണ്ടിൻജന്റ് ലൈബിലിറ്റിയെ നോട്ട് ഷോ ചെയ്യത്തില്ല ബാലൻസ് ഷീറ്റിനകത്ത് ഒരു ആക്ച്വൽ ലൈബിലിറ്റി പോലെ. ശരിയാണ്, അവിടെ ഒരു ഫുട് നോട്ട് ആയിട്ടുള്ള എഴുതുന്നത് ശരിയായിട്ടുള്ളതാണ്. ആൻഡ് കണ്ടിൻജന്റ് ലൈബിലിറ്റീസ് ആർ ഓൺലി ഡിസ്ക്ലോസ്ഡ് ആസ് എ ഫുട് നോട്ട് ബിക്കം ദെയർ ഒക്കറൻസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഫ്യൂച്ചർ അൺസർട്ടൺ ഇവന്റ്. അല്ലെ, ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ഇവന്റ് സംഭവിച്ചാൽ ഇത് കണ്ടിൻജന്റ് ലൈബിലിറ്റി ആയിട്ട് മാറും എന്ന് പറഞ്ഞ് ഫുട് നോട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ശരിയാണ്. അപ്പൊ അസേഷനും റീസണും ശരിയാണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്, അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ്. കണ്ടിൻജന്റ് ലൈബിലിറ്റിയും കണ്ടിൻജന്റ് അസറ്റും ഒക്കെ പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following best define depreciation? താഴെ തന്നിരിക്കുന്നതിൽ ഡിപ്രീസിയേഷനെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതാണ്? ഇൻക്രീസ് ഇൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഓവർ ടൈം ആണോ, ഇൻക്രീസ് ചെയ്യുവാണോ അല്ല. പെർമനന്റ് ആൻഡ് സഡൻ ഫോൾ ഇൻ ദി വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു ഒബ്സളൻസ് അല്ലെ. അതായത് എന്താണ് പെർമനന്റ് ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള വാല്യൂയിൽ ഉണ്ടാകുന്ന ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ശരിയാ അല്ലെ. അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ആണോ, അതോ എന്താണ് റിഡക്ഷൻ ഇൻ ദി ലൈബിലിറ്റി ഓവർ ദ പേയ്മെന്റ് ആണോ, ഏതാണ്? വളരെ സിമ്പിൾ ആണ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇവിടെ ഓർത്ത് വെക്കുക അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. ഇത് ഈ രണ്ട് ഓപ്ഷനും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു മിസ്റ്റേക്സ് ഉണ്ട്, നോക്കിയേ. എന്താണ് പെർമനന്റ് ആൻഡ് സഡൻ ഫ്ലോ ഇൻ ദി വാല്യൂ ഓഫ് സഡൻ ആയിട്ടാണോ, ഗ്രാജുവൽ ആയിട്ടില്ലേ, ഗ്രാജുവൽ റിഡക്ഷൻ ആണ്. ഞാൻ ഈ ഒരു വേർഡ് ശ്രദ്ധിച്ചില്ല, സഡൻ ആയിട്ടുള്ളതല്ല, അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ വരത്തില്ല. അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്, അതല്ലേ ശരിയായിട്ടുള്ളത്. അതായത് കോസ്റ്റ് എവിടെ ചാർജ് ചെയ്ത് പോവുകയാണ്, റെഡ്യൂസ് ചെയ്ത് പോവുകയാണ്. ആ ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫിൽ ഇങ്ങനെ കുറച്ച് പോകുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ് അല്ലെ. ഡിപ്രീസിയേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ആൻഡ് ഡിപ്രീസിയബിൾ എമൗണ്ട് ഓഫ് ആൻ അസറ്റ്സ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് എ സഡൻ ലോസ് ആണ്, സഡൻ ലോസ് അല്ല അല്ലെ. സഡൻ ആയിട്ട് കുറയല്ല, എന്താണ് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ നമ്മളുടെ CC-യിൽ നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ബാച്ച്, നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് ഉണ്ട്, രണ്ടാമതായിട്ട് ഒരു ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ജൂനിയർ അക്കൗണ്ടന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് CC എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, കൺസിസ്റ്റന്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് അന്നേരം ഈ ലൈവ് ക്ലാസ്സുകൾ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. PDF മെറ്റീരിയൽസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ അവയുടെ PDF മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് CC ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് HSST, NVT, ബാങ്ക് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെ അതിനൊക്കെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റികളായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഫാക്കൽറ്റികൾ തന്നെയാണ് ഈ ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8921440580 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലാസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിലൂടെ അറിയിക്കുക. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നമ്മളുടെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.